നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീനിക്സ് പക്ഷിയുടെ കഥയാണ്. ഒരു കുടുംബത്തിന്റെ അതെ, ഒരു കുടുംബത്തിന്റെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി വലിയ വിജയങ്ങൾ നേടി പിന്നെ വീണ്ടും പൂജ്യത്തിലേക്ക് വീണു. എന്നിട്ട് അവിടെ നിന്ന് അവിശ്വസനീയമായ രീതിയിൽ തിരിച്ചു വന്നൊരു കഥ അല്ലെ? എക്സാക്ട്ലി. ഹസ്മുഖ് പട്ടേൽ, ജ്യോത്സ്ന പട്ടേൽ ദമ്പതികളുടെ ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരുടെ തന്നെ വാക്കുകളില് ഒരു യൂട്യൂബ് വീഡിയോ രൂപത്തില്. അതെ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ കഥയൊന്ന് ആഴത്തിൽ പരിശോധിക്കുകയാണ്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക്, അതായത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ, എന്തെങ്കിലും പ്രായോഗികമായി പഠിക്കാനുണ്ടോ നോക്കാം. അതെ, എന്താണ് ആ വലിയ തകർച്ചയ്ക്ക് കാരണം? സംശയത്തോടെ തുടങ്ങിയ ഒരു പുതിയ അവസരം എങ്ങനെയാണ് അവരുടെ ജീവിതം മാറ്റിയത്? വെസ്റ്റീജ്, വിന്നിംഗ് ടീം, ഇതൊക്കെ എങ്ങനെയാണ് ഈ യാത്രയുടെ ഭാഗമായത്? വരൂ, നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. ഹസ്മുഖ് പട്ടേലിന്റെ ഒരു പശ്ചാത്തലം. വീഡിയോയിൽ പറയുന്നത് പ്രകാരം വളരെ സാധാരണമായൊരു തുടക്കമായിരുന്നു. അച്ഛൻ ഗുജറാത്തിലെ കച്ചിൽ നിന്ന് ഡിസലേക്ക് വന്നു. ഏകദേശം 80 വർഷം മുന്നാണല്ലേ ഒരു മരക്കച്ചവടം തുടങ്ങി. അതെ, ഒരു ഷീറ്റ് മേഞ്ഞ വീട്ടിലാണ് ഹസ്മുഖ് ജനിക്കുന്നത് പോലും. പക്ഷേ ആ പശ്ചാത്തലത്തിലും ഒരു വാശിയുണ്ടായിരുന്നു. എന്ത് ചെയ്താലും ഒന്നാമനാവണമെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ആ വാശിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. പഠിപ്പിലൊരു ശരാശരിയായിരുന്നെങ്കിലും സ്പോർട്സിൽ ഒന്നാമനായിരുന്നു. ശരിയാണ്. ആ ഒരു എന്താ പറയാ, വ്യത്യസ്തനാകണം എന്ന ആഗ്രഹം. അതെ, കമ്പ്യൂട്ടർ ബിസിനസ്സിൽ സ്വന്തമായി ഒരു പേരുണ്ടാക്കണം, ഒരു സാധാരണ ജീവിതം ജീവിച്ച് തീർക്കരുത് എന്നൊക്കെ വലിയ സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങൾ അദ്ദേഹം നേടിയെടുത്തു എന്ന് തന്നെ പറയാം. തീർച്ചയായും. കമ്പ്യൂട്ടർ ബിസിനസ്സിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ വിജയിച്ചു. വീടിനു മുന്നിൽ 3 കാറുകൾ, നല്ലൊരു വീട്, സമൂഹത്തിൽ നല്ല പേര്, എല്ലാം നേടി. പക്ഷേ അവിടെയാണ് കഥയിലെ ആ ട്വിസ്റ്റ് വരുന്നത്. ഈ വിജയത്തിന് അദ്ദേഹം കൊടുത്ത വില വളരെ വലുതായിരുന്നു. ശരിയാണ്. ആ വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഓടി നടന്നപ്പോൾ സ്വന്തം കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ മറന്നുപോയി. ബിസിനസിന്റെ തിരക്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും സമയം കൊടുക്കാൻ പറ്റിയില്ല. ചില ദിവസങ്ങളിൽ പുലർച്ചെ 5:30-ക്കൊക്കെയാണ് തളർന്നു വീട്ടിലെത്തുന്നത്. ആലോചിച്ചു നോക്കൂ, വീട്ടിലുള്ളവർ എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നു. ഇതൊരു ദിവസമോ 2 ദിവസമോ അല്ല, 16 വർഷം. തകർച്ച എന്നതിലുപരി ഒരു പേഴ്സണൽ ബേൺ ഔട്ട് കൂടിയായിരുന്നു. എക്സാക്ട്ലി. ആ കഠിനമായ പ്രയത്നത്തിന്റെ അവസാനം സംഭവിച്ചത് അതാണ്. ബിസിനസ് പൂർണ്ണമായും തകർന്നു. ആ 3 കാറുകളും വിൽക്കേണ്ടി വന്നു. സ്വന്തമായി ഉണ്ടാക്കിയ വീടും വിറ്റു. അവസാനം ഒരു വാടക വീട്ടിലേക്ക്. മകളുടെ കല്യാണം ഗംഭീരമായി നടത്തുമെന്ന് ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് അതോർത്ത് അദ്ദേഹം തകർന്നുപോയിന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതൊരാളും തകർന്നു പോകും. 16 വർഷത്തെ അധ്വാനം ഒറ്റയടിക്ക് പൂജ്യത്തിൽ അവസാനിക്കുമ്പോൾ. ആ പൂജ്യത്തിൽ നിന്നാണ് പുതിയൊരധ്യായം തുടങ്ങുന്നത്. 2016-ൽ ഒരു സുഹൃത്തു വഴി വെസ്റ്റീജ് എന്ന അവസരം അവരുടെ മുന്നിലെത്തുന്നു. പക്ഷേ മുൻപ് ബിസിനസ് ചെയ്ത് പരിചയമുള്ള ഹസ്മുഖ് പട്ടേൽ അത് കേട്ടപാടെ നിരസിച്ചു. എന്തുകൊണ്ടായിരിക്കും? കാരണം വ്യക്തമാണ്. മുൻപ് അദ്ദേഹം ഇതുപോലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ടേൺ ഓവർ ഉണ്ട്, പക്ഷേ ഇൻകം ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവം. ഓക്കെ, അപ്പോ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മനസ്സ് മടുത്തിരുന്നു. അതെ, ഇനി ആ വഴിക്ക് ഇല്ല എന്നുറപ്പിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ രസകരമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ബിസിനസ്സുകാരനായ ഹസ്മുഖ് നോ പറഞ്ഞപ്പോൾ വീട്ടമ്മയായ ജ്യോത്സ്ന പട്ടേലിന് അതിലൊരു വെളിച്ചം തോന്നി. ശരിയാണ്. അവര് പറഞ്ഞു, നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന്. എന്തായിരിക്കും അതിന് കാരണം? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ അവരുടെ കാഴ്ചപ്പാടിലെ വ്യത്യാസമായിരിക്കാം. ഹസ്മുഖ് അതിനെ നോക്കിയത് ഒരു ബിസിനസ്സുകാരന്റെ കണ്ണിലൂടെയാണ്. വലിയ മുതൽ മുടക്ക്, റിസ്ക്, നഷ്ടം. എന്നാൽ ജ്യോത്സ്ന അതിനെ കണ്ടത് വളരെ സിമ്പിളായിട്ടാവാം. വീട്ടിലേക്ക് സോപ്പും ചായപ്പൊടിയുമൊക്കെ വാങ്ങുന്നു. അതെ, ഉൽപ്പന്നം നല്ലതാണെങ്കിൽ 4 ആൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇതിൽ വലിയ സാമ്പത്തിക റിസ്ക് ഒന്നുമില്ലല്ലോ. ആ ലാളിത്യം അതായിരിക്കാം അവരെ ആകർഷിച്ചത്. ഒരുപക്ഷേ. എന്നിട്ടും അവരുടെ സംശയം പൂർണ്ണമായി മാറിയില്ല. അവിടെയാണ് അവരൊരു ആത്മീയ ഗുരുവിനെ സമീപിക്കുന്നത്. ഒരു കമ്പനി മാറുന്നത് തെറ്റല്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകാം. അതൊരു ഉപദേശം എന്നതിലുപരി അവർക്ക് മുന്നോട്ടു പോകാൻ വേണ്ടിയിരുന്ന ഒരു ഉറപ്പായിരുന്നു അത്. തീർച്ചയായും. അതോടെയാണ് അവർ വെസ്റ്റീജ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ വളരെ ലളിതമായ ഒരു തുടക്കം. വലിയ പദ്ധതികളോ ഓഫീസോ ഒന്നുമില്ല. വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി, അത്രമാത്രം. ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ചെക്ക് വന്നു.
ആ ചെക്ക് കണ്ടിട്ട് ജ്യോത്സ്ന ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. എത്രയായിരുന്നു ആ തുക? വെറും 800 രൂപ. 800 രൂപയോ? ലക്ഷങ്ങളുടെ കടത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് 800 രൂപ. പക്ഷേ ഇവിടെ ആ തുകയുടെ വലിപ്പമല്ല പ്രധാനം. ആ 800 രൂപ കൊടുത്ത ഒരു സന്ദേശമുണ്ട്. അതെന്തായിരുന്നു? ഞങ്ങൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയേ ചെയ്തുള്ളൂ. എന്നിട്ടും 800 രൂപ വന്നു. അതായത് ഒരു മുതൽമുടക്കുമില്ലാതെ സ്വന്തം ഉപയോഗത്തിലൂടെ ഒരു വരുമാനം സാധ്യമാണ് എന്ന തിരിച്ചറിവ്. എക്സാക്ട്ലി. ആ ഒരു തിരിച്ചറിവാണ്, ആ ഒരു പ്രതീക്ഷയാണ് ആ 800 രൂപ അവർക്ക് നൽകിയത്. നമ്മൾ തെരഞ്ഞെടുത്ത വഴി ശരിയാണ്, ഇതിലൊരു സാധ്യതയുണ്ട് എന്നൊരു ഉറപ്പ്. ആ ചെറിയ ഉറപ്പിൽ നിന്നാണ് പിന്നീട് വലിയ വളർച്ചയുണ്ടാകുന്നത്. അവരുടെ യാത്രയിലെ അടുത്ത പ്രധാന ഘട്ടം വിന്നിംഗ് ടീം എന്ന സിസ്റ്റമാണ്. ഇവിടെ പലർക്കും ഒരു സംശയം വരാം. വെസ്റ്റീജ് ഒരു കമ്പനിയാണ്. അപ്പോൾ എന്താണ് ഈ വിന്നിംഗ് ടീം? അതൊന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ്. വീഡിയോ പ്രകാരം വെസ്റ്റീജ് എന്നത് ഉൽപ്പന്നങ്ങളും മാർക്കറ്റിംഗ് പ്ലാനും നൽകുന്ന കമ്പനിയാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെ. ഓക്കെ. എന്നാൽ വിന്നിംഗ് ടീം എന്നത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഈ ബിസിനസ് എങ്ങനെ സിമ്പിളായി ചെയ്യണം, എങ്ങനെ ആളുകളോട് സംസാരിക്കണം, എങ്ങനെ ഒരു ടീമിനെ നയിക്കണം എന്നൊക്കെയുള്ള പരിശീലനം നൽകുന്ന ഒരു സംവിധാനം. അതായത് കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ പോലെ. അതെ. പലപ്പോഴും ഡയറക്റ്റ് സെല്ലിംഗിൽ ആളുകൾക്ക് വേണ്ടത്ര വിജയം കിട്ടാത്തത് ശരിയായ പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഒരു കുറവാണ് വിന്നിംഗ് ടീം നികത്തുന്നതെന്നാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്. ശരി. അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരാം. ആ 800 രൂപയുടെ ചെക്കിന് ശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷമാണ് ശരിക്കും കഥ മാറുന്നത്. അവർ വിന്നിംഗ് ടീമിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ വെച്ച് അതിന്റെ സിഇഒയെ കണ്ടുമുട്ടി. ആ കൂടിക്കാഴ്ച ഒരു വഴിത്തിരിവായി. അതെ. സിഇഒ ഹസ്മുഖിനെ ആലിംഗനം ചെയ്തിട്ട് ചെവിയിൽ പറഞ്ഞു, ഒരുപാട് ആളുകൾ നിങ്ങളെ കേൾക്കാൻ കാത്തിരിക്കുന്നു. തകർന്നുപോയ ഒരു മനുഷ്യന് അതിനും വലിയൊരു പ്രോത്സാഹനം കിട്ടാനില്ല. പക്ഷേ യഥാർത്ഥ അത്ഭുതം അതായിരുന്നില്ല. പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തന്റെ ബ്ലേസറിന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അദ്ദേഹത്തിനൊരു കടലാസ് തുണ്ട് കിട്ടി. അതിലെന്തായിരുന്നു? 4 അക്ഷരങ്ങൾ. DUCD. DUCD. ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. വെസ്റ്റീജിലെ ഏറ്റവും ഉയർന്ന പദവി. ആലോചിച്ചു നോക്കൂ. വെറും 800 രൂപ വരുമാനം കിട്ടിയ ഒരാളുടെ പോക്കറ്റിലാണ് ആ ലക്ഷ്യം ഇട്ടുകൊടുക്കുന്നത്. അതൊരു ലക്ഷ്യമെന്നതിലുപരി നിങ്ങൾക്കതിന് കഴിയും എന്നൊരു വിശ്വാസം കൂടിയായിരുന്നു അത്. തീർച്ചയായും. അതോടെ അവരുടെ ലക്ഷ്യം വ്യക്തമായി. സിസ്റ്റത്തിന്റെ പിന്തുണയോടെ അവർ മുന്നോട്ട് കുതിച്ചു. ആ കുതിപ്പിന്റെ ഫലം വളരെ വലുതായിരുന്നു. 5 ലക്ഷം രൂപയുടെ കടം വീട്ടു. മകളുടെ വിവാഹം ഏറ്റവും ഗംഭീരമായി തന്നെ നടത്തി. വിൽക്കേണ്ടി വന്ന അതേ വീട് വെസ്റ്റീജിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പുതുക്കിപ്പണിതു. ശരിക്കും അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒന്നൊന്നായി യാഥാർത്ഥ്യമായി. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കഥ കേൾക്കാൻ വളരെ പ്രചോദനകരമാണ്. പക്ഷേ ഈ മേഖലയിൽ എല്ലാവരും വിജയിക്കുന്നില്ല എന്നതും ഒരു സത്യമല്ലേ? അപ്പോൾ എന്താണ് പട്ടേൽ ദമ്പതികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയത്? വളരെ പ്രസക്തമായ ചോദ്യം. വീഡിയോ കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, അവരുടെ വൈ, അതായത് എന്തിനു വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ശക്തമായിരുന്നു. മകളുടെ കല്യാണം, നഷ്ടപ്പെട്ട വീട്, കുടുംബത്തിന്റെ സന്തോഷം. അതെ, അതൊക്കെ മുന്നോട്ടു പോകാനുള്ള വലിയൊരു ഊർജമായിരുന്നു. 2, ഹസ്മുഖിന്റെ മുൻപത്തെ ബിസിനസ് പരാജയം. അതൊരു വലിയ പാഠമായിരുന്നു. വീഴ്ചയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പുതിയ സംരംഭത്തിൽ സഹായകമായി. തീർച്ചയായും. മൂന്നാമത്തേത് ഒരു ടീം വർക്ക്. ഹസ്മുഖും ജ്യോത്സ്നയും ഒരുമിച്ചാണ് ഈ ബിസിനസ് ചെയ്തത്. ഒരാൾക്ക് താങ്ങായും തണലായും മറ്റൊരാൾ. ആ കൂട്ടായ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതോടൊപ്പം വെസ്റ്റീജ് വിന്നിംഗ് ടീം എന്ന സിസ്റ്റത്തെ അവർ പൂർണ്ണമായും ആശ്രയിച്ചു എന്നതും ഒരു ഘടകമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. അതിനെ ഡ്യൂപ്ലിക്കേഷൻ എന്നു പറയും. വിജയിച്ച ആളുകൾ ചെയ്ത കാര്യങ്ങൾ അതേപോലെ സിമ്പിളായി ആവർത്തിക്കുക. അതിന് വലിയൊരു ഈഗോ മാറ്റിവെക്കേണ്ടി വരും. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ സ്വന്തം ആശയങ്ങൾ ഉണ്ടാകുമല്ലോ. അതൊക്കെ മാറ്റിവെച്ച് സിസ്റ്റം പറയുന്നത് കേൾക്കാൻ തയ്യാറായി. അതെ, അതാണ് അവരുടെ വിജയത്തിലെ ഒരു പ്രധാന രഹസ്യം. ഇപ്പോൾ അവർ ആ DUCSD എന്ന നേട്ടം കൈവരിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായി എല്ലാ സ്വപ്നങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യങ്ങൾ അവിടെ തീരുന്നില്ല, അല്ലേ? ഇല്ല. അവിടെയാണ് അവരുടെ യാത്രയുടെ അടുത്ത ഘട്ടം നമ്മൾ കാണുന്നത്. അതിനെ ഫ്രം സക്സസ് ടു സിഗ്നിഫിക്കൻസ് എന്ന് പറയാം. വ്യക്തിപരമായ വിജയത്തിനൊപ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ജ്യോത്സ്ന പട്ടേൽ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, അവർ പറയുന്നു, എനിക്കിവിടെ ഒരു വ്യക്തിത്വം കിട്ടിയതുപോലെ എന്റെ ടീമിലെ ഓരോ സ്ത്രീയും സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണമെന്ന്. ഇത് വെറുമൊരു ബിസിനസ് മാത്രമല്ല,
മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാനുള്ള അവസരം കൂടിയായി അവർ കാണുന്നു. അതോടൊപ്പം അവരുടെ വരുമാനത്തിന്റെ 11% പശുക്കളുടെ സംരക്ഷണത്തിനായി സംഭാവന ചെയ്യുന്നു. കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് സമൂഹത്തിന് തിരികെ നൽകുന്നു. അതും വളരെ നല്ലൊരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് 3 സഹോദരന്മാരുടെ കുടുംബവും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം അവർ പറയുന്നതനുസരിച്ച് വെസ്റ്റീജും വിന്നിംഗ് ടീമും അവർക്ക് പണം മാത്രമല്ല നൽകിയത്. ആ പണം ആസ്വദിക്കാനുള്ള സമയവും കൂടിയാണ്. പലപ്പോഴും വലിയ ബിസിനസ്സുകളിൽ നമുക്ക് പണം കിട്ടും, പക്ഷെ സമയം കിട്ടില്ല. ഇവിടെ രണ്ടും ഒരുമിച്ച് കിട്ടി. അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അതെ. അപ്പോൾ ഹസ്മുഖ്, ജ്യോത്സ്ന ദമ്പതികളുടെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു അവിശ്വസനീയമായ വിജയഗാഥ എന്നതിനപ്പുറം ഇതിലെ സന്ദേശം വളരെ ലളിതമാണ്. ശക്തമായൊരു കാരണവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുടുംബവും ഒപ്പം പിന്തുടരാൻ ശരിയായ ഒരു സിസ്റ്റവും ഉണ്ടെങ്കിൽ എത്ര വലിയ തകർച്ചയിൽ നിന്നും കരകയറാൻ സാധിക്കും. വെസ്റ്റീജ് എന്ന അവസരവും വിന്നിംഗ് ടീം എന്ന പരിശീലന സംവിധാനവും അവർക്ക് ആ സിസ്റ്റമായി മാറി. വളരെ സിമ്പിളായ ഒരു തുടക്കത്തിൽ നിന്ന് അസാധാരണമായ ഒരു വിജയത്തിലേക്കെത്താൻ ആർക്കും കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് അവരുടെ ജീവിതം. അവർ തങ്ങളുടെ കഥ അവസാനിപ്പിക്കുന്നത് വളരെ ശക്തമായ ഒരു ക്ഷണത്തോടെയാണ്. സ്വപ്നങ്ങൾ സഫലമാകുമെന്നല്ല, സ്വപ്നങ്ങൾ സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. വരൂ, ഞങ്ങളോടൊപ്പം ചേരൂ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കാം. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവരിപ്പോൾ സ്വന്തം വിജയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറ്റുള്ളവരെയും വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായും. ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. പട്ടേൽ ദമ്പതികളുടെ ജീവിതത്തിൽ വെസ്റ്റീജും വിന്നിംഗ് ടീമും ഒരു സപ്പോർട്ട് സിസ്റ്റമായി പ്രവർത്തിച്ചതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ സഹായിക്കുന്ന, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്ത് സിസ്റ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്? അതൊരു ബിസിനസ്സാകാം, ഒരു കൂട്ടം സുഹൃത്തുക്കളാകാം, ഒരു ഉപദേശകനാകാം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളാകാം. അങ്ങനൊരു സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അതെങ്ങനെ കണ്ടെത്താനാവും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വലിയ വഴിതിരിവായേക്കാം.